സ്നേഹമുള്ളവരെ, ലോഗോസ് ക്വിസ് മാസ്റ്ററിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ലോഗോസ് ക്വിസിൻ്റെ എല്ലാ അപ്ഡേഷൻസും വീഡിയോസും കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ആ സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. സ്നേഹമുള്ളവരെ, ലോഗോസ് ക്വിസിന് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുമ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക ലോഗോസ് ക്വിസിന് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പാഠഭാഗങ്ങൾ മുൻ വർഷങ്ങളിൽ, അതായത് 2002-ലും 2006-ലും 2008-ലും 2014-ലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വർഷങ്ങളിൽ, കഴിഞ്ഞ 4 വർഷങ്ങളിൽ ആ ചോദിച്ച ചോദ്യങ്ങൾ നമ്മൾ ഒരിക്കൽ കൂടി ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഏകദേശം 131ഓളം ചോദ്യങ്ങളായിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ അവതരിപ്പിക്കുക. നമ്മളിപ്പോൾ പഠിക്കുന്ന പാഠഭാഗങ്ങൾ മുൻപ് നടന്ന പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരു പക്ഷേ ആ ചോദ്യങ്ങൾ വീണ്ടും ആവർത്തിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. നമ്മൾ വായിച്ചു പോകുമ്പോൾ പല ചോദ്യങ്ങളും വീണ്ടും ആവർത്തിക്കുന്നതായിട്ട് കാണുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ശ്രദ്ധാപൂർവം ഈ വീഡിയോയിലൂടെ കടന്നു പോകുക, ആ ചോദ്യങ്ങൾ മനഃപ്പാഠമാക്കുക. അതോടൊപ്പം നിങ്ങൾക്ക് ഉത്തരം കൃത്യമായിട്ട് അറിയാമെങ്കിൽ അതൊന്ന് മാർക്ക് ചെയ്തിട്ട് വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നും നിങ്ങളുടെ പേരും കൂടി ഒന്ന് കമൻറ്റ് ചെയ്താൽ പരസ്പരം പ്രോത്സാഹിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ, നിങ്ങൾ തീർച്ചയായിട്ടും ബൈബിൾ മുഴുവനായിട്ടും വായിച്ചുള്ള വ്യക്തിയാണെങ്കിൽ മാത്രമേ ഇത് നന്നായിട്ട് പരീക്ഷ എഴുതാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനിയുള്ള സമയങ്ങളിൽ വളരെ നന്നായിട്ട് പ്രാർത്ഥനാപൂർവ്വം ബൈബിൾ വായിക്കാൻ പ്രത്യേകമായിട്ടൊക്കെ ശ്രദ്ധിക്കുമല്ലോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നാളെ നല്ല രീതിയിൽ ലോഗോസ് ക്വിസ് പരീക്ഷ എഴുതാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളത്തെ ലോഗോസ് ക്വിസ് പരീക്ഷയ്ക്ക് ശേഷം പരീക്ഷയുടെ ഉത്തരങ്ങളെല്ലാം തന്നെ ഈ ചാനലിൽ നമ്മൾ വൈകുന്നേരം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും അത് കയറി കാണണം. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നും ആ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാനും പ്രത്യേകമായിട്ട് മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 2002-ലെ ലോഗോസ് ക്വിസ് പരീക്ഷയിൽ ചോദിച്ച ഈ വർഷത്തെ പഠനഭാഗങ്ങളുള്ള ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ വായിക്കാൻ പോകുന്നത്. 1. ലൂക്കായുടെ സുവിശേഷത്തിൽ സദൂക്കായർ പ്രത്യക്ഷപ്പെടുന്ന ഏക അധ്യായം. ഉത്തരം ഓപ്ഷൻ ഡി 20. 2. ജെറുസലേം നഗരത്തിന് ചുറ്റും റോമൻ സൈന്യം താവളമടിക്കുന്ന ദിവസത്തെ ലൂക്ക വിശേഷിപ്പിക്കുന്നത് എങ്ങനെ? ഉത്തരം ഓപ്ഷൻ എ പ്രതികാരത്തിന്റെ ദിനം. 3. യേശു 2 കുറ്റവാളികളോട് കൂടി ക്രൂശിക്കപ്പെട്ടു. പഴയ നിയമത്തിലെ ഏത് പുസ്തകത്തിലാണ് പ്രവചിച്ചിട്ടുള്ളത്? ഉത്തരം ഓപ്ഷൻ സി യെശയ്യ. 4. സുവിശേഷ ദൗത്യവുമായി പുറപ്പെടുന്നതിന് മുമ്പ് ശിഷ്യന്മാർ എന്നുവരെ നഗരത്തിൽ വസിക്കണമെന്നാണ് ഉദ്ധിതനായ യേശു ആവശ്യപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ. 5. നിനക്ക് അധികാരം നൽകിയതാര് എന്ന ചോദ്യവുമായി വന്നവരോട് യേശു ചോദിച്ച മറുചോദ്യം അടങ്ങിയിരിക്കുന്ന സന്ദേശം എന്ത്? ഉത്തരം ഓപ്ഷൻ ബി യേശുവിൻ്റെ അധികാരം സ്വർഗത്തിൽ നിന്ന്. 6. വിചാരണ അവസരത്തിൽ യേശുവിൽ ആരോപിക്കപ്പെട്ട കുറ്റങ്ങളിൽ ഒന്നുപോലും കാണാതിരുന്നവരെന്ന് ലൂക്ക സാക്ഷ്യപ്പെടുത്തുന്ന 2 ഭരണാധികാരികൾ? ഉത്തരം പീലാത്തോസും ഹേറോദോസും. 7. മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുന്നതിനു യോഗ്യരായവർ ആർക്ക് തുല്യരാണ്? ഉത്തരം ദൈവദൂതന്മാർക്ക്. 8. തങ്ങളുടെ യേശുവിൻ്റെ ജനനാവസരത്തിൽ സ്വർഗീയ സൈന്യം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം എന്ന് പാടി. പിന്നീട് അവസരത്തിൽ അത്യുന്നതങ്ങളിൽ മഹത്വം എന്ന് പാടിയവർ ആര്? ഉത്തരം ശിഷ്യഗണം. 9. യേശുവിൻ്റെ ബന്ധനത്തിനും വിചാരണയ്ക്കുമിടയ്ക്ക് നടക്കുന്നതായി ലൂക്ക വിവരിക്കുന്ന 2 സംഭവങ്ങൾ? ഉത്തരം സി പത്രോസിന്റെ ഗുരുനിഷേധവും പടയാളികൾ യേശുവിനെ പരിഹസിക്കുന്നത്. 10. മനുഷ്യ, നീ പറയുന്നത് എന്താണ് എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്രകാരം പത്രോസ് പറയുന്നത് അദ്ദേഹം എത്ര പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറയുമ്പോഴാണ്? ഉത്തരം 3 പ്രാവശ്യം. 11. യേശുവിൻ്റെ രാജകീയ ജെറുസലേം പ്രവേശനത്തിൽ ലൂക്ക വിവരിക്കുന്നത് എന്ത്? ഉത്തരം സി പട്ടണത്തിന്റെ നാശം പ്രവചിച്ചു. 12. അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരിക്കുന്നു. എമ്മാവൂസ് ശിഷ്യന്മാരെ കുറിച്ചുള്ള ഈ സുവിശേഷ വാക്യത്തിന്റെ ശരിയായ അർത്ഥം തിരഞ്ഞെടുക്കുക. ഉത്തരം ബി ദൈവം അവരുടെ കണ്ണുകൾ മൂടി. 13. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഈ വാക്യം വീണ്ടും പ്രത്യക്ഷപ്പെടുന്നത് എത്രാം അധ്യായത്തിലാണ്? ഉത്തരം ലൂക്ക 19-ാം അധ്യായം. 14. എന്തിനുള്ള അനുഗ്രഹത്തിനായാണ് മനുഷ്യപുത്രന്റെ ആഗമനത്തിൽ നാം സദാ പ്രാർത്ഥിക്കേണ്ടത്? ഉത്തരം ഓപ്ഷൻ ഡി
ദൈവപുത്രന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ. 15 യജമാനന്റെ ദാസരെ പോലെ ക്രിസ്തു ശിഷ്യർ കൽപ്പിക്കപ്പെട്ടതെല്ലാം ചെയ്തതിനു ശേഷം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് മറുപടി നൽകണമെന്നാണ് യേശു അരുളി ചെയ്തത്? ഉത്തരം ഓപ്ഷൻ സി, കടമ നിർവഹിച്ചതേയുള്ളൂ. 16 പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും യേശുവിനെ വധിക്കാൻ ആദ്യകാലങ്ങളിൽ ആഗ്രഹിച്ചുവെങ്കിലും അതിനെ തടസ്സപ്പെടുത്തിയിരുന്നത് എന്ത്? ഉത്തരം ഓപ്ഷൻ എ, ജനങ്ങളെ ഭയപ്പെട്ടത്. 17 യേശു കൈകൾ ഉയർത്തി ശിഷ്യന്മാരെ അനുഗ്രഹിച്ചതായി സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സന്ദർഭം ഏത്? ഉത്തരം ഓപ്ഷൻ സി, സ്വർഗാരോഹണ സമയത്ത്. 18 കുരിശിൻ ചുവട്ടിലെ ശതാധിപന്റെ വാക്യമേത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഈ മനുഷ്യൻ തീർച്ചയായും നീതിമാനായിരുന്നു. 19 യേശുവിന്റെ കുരിശുമരണം അകലെ നിന്ന് നിരീക്ഷിച്ചവർ ആര്? ഉത്തരം ഓപ്ഷൻ ബി, പരിചയക്കാരും സ്ത്രീകളും. 20 എമ്മാവൂസ് ശിഷ്യന്മാർ തിരിച്ച് ജെറുസലേമിൽ എത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നവർ എന്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി, അവൻ ഇവിടെയില്ല, ഉയർപ്പിക്കപ്പെട്ടു. 21 ഗുരു ഞങ്ങളിൽ കനിയണമേ എന്ന അപേക്ഷയുമായി യേശുവിന്റെ അടുത്തു വന്നവർ ആര്? ഉത്തരം 10 കുഷ്ഠരോഗികൾ. 22 ദൈവത്തിന്റെ രക്ഷാകര സാന്നിധ്യം സ്വന്തം വീട്ടിൽ ഇന്ന് അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു ധനാഢ്യന്റെ പേര്? ഉത്തരം സക്കേവൂസ്. 23 നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ പ്രാർത്ഥിക്കുവിൻ എന്ന് ലൂക്ക 22:40 വായിക്കുന്നു. പിന്നീട് ഒരിക്കൽ കൂടി ഇതേ ആശയം യേശു അരുളി ചെയ്യുന്നതിന്റെ അധ്യായവും വാക്യവും എഴുതുക. ഉത്തരം ലൂക്കായുടെ സുവിശേഷം തന്നെ 22-ാം അധ്യായം 46-ാം വാക്യം. 24 ഇന്ന് കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ നിഷേധിക്കും എന്ന് കർത്താവ് പറഞ്ഞ വചനം പത്രോസ് ഓർമ്മിച്ചു. ഇതേ തുടർന്ന് പത്രോസ് എന്ത് ചെയ്തു? ഉത്തരം അവൻ പുറത്തു പോയി മനം നൊന്ത് കരഞ്ഞു. 25 ന്യായാധിപ സംഘത്തിന് മുമ്പാകെയുള്ള വിചാരണ വേളയിൽ ജനപ്രമാണികൾ യേശുവിന്റെ നാവിൽ നിന്ന് തന്നെ യേശു ആരെന്നു കേട്ടെന്നാണ് അവകാശപ്പെടുന്നത്? ഉത്തരം ദൈവപുത്രൻ. 26 ആഴ്ചയുടെ ആദ്യ ദിവസം കല്ലറയിൽ നിന്ന് തിരിച്ചു വന്ന സ്ത്രീകൾ യേശുവിന്റെ ഉദ്ധാന വാർത്ത അറിയിച്ചത് ആരെയല്ല? ഉത്തരം 11 പേരെയും മറ്റെല്ലാവരെയും. 27 വിചാരണ വേളയിൽ പീലാത്തോസ് 3 പ്രാവശ്യം ജനക്കൂട്ടത്തോട് ചോദിച്ച ചോദ്യമെന്ത്? ഉത്തരം അവൻ എന്ത് തിന്മ പ്രവർത്തിച്ചു? 28 യഹൂദരുടെ കൃതജ്ഞതയും വിജാതിയുടെ കൃതജ്ഞതയും എടുത്തു കാട്ടിക്കൊണ്ട് ലൂക്ക വിവരിക്കുന്ന സംഭവമേത്? ഉത്തരം 10 കുഷ്ഠരോഗികൾ. 29 എമ്മാവൂസ് ശിഷ്യന്മാരോടൊത്തുള്ള യേശുവിന്റെ അപ്പം മുറിക്കൽ ശുശ്രൂഷയിൽ അവിടുന്ന് അനുഷ്ഠിച്ച കർമ്മങ്ങൾ എന്തെല്ലാം? ഉത്തരങ്ങൾ അവൻ അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. 30 മനുഷ്യപുത്രന്റെ ആഗമന ദിവസങ്ങളിൽ നിങ്ങളുടെ മനസ്സിനെ ദുർബലമാക്കിയേക്കാവുന്ന 3 തിന്മകൾ ഏതെല്ലാം? ഉത്തരങ്ങൾ സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത. 31 ലൂക്കാ സുവിശേഷത്തിലെ ഫരിസയന്റെയും ചുങ്കക്കാരന്റെയും ഉപമയുടെ അധ്യായവും വാക്യവും എഴുതുക. ഉത്തരം ലൂക്കാ സുവിശേഷം 18-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. 32 ഉദ്ധിതനായ യേശു പ്രത്യക്ഷപ്പെട്ടപ്പോൾ അപ്പസ്തോലന്മാർ അവിശ്വസിക്കുകയും അത്ഭുതപ്പെടുകയും ചെയ്തത് എന്തുകൊണ്ട്? ഉത്തരം സന്തോഷ ആധിക്യത്താൽ. സ്നേഹമുള്ളവരെ, തുടർന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2006 ലോഗോസ് ക്വിസിന് ചോദിച്ച പഠനഭാഗം ചോദ്യങ്ങളാണ്. 1 യേശു ശിശുക്കളെ ആശീർവദിക്കുന്ന ഭാഗം ലൂക്കായുടെ സുവിശേഷത്തിൽ വിവരിക്കുന്നത് എവിടെ?
ഉത്തരം ഓപ്ഷൻ സി 18-ാം അധ്യായം 15 മുതൽ 17 വരെ. 2. സന്ദർഭം വിശദീകരിക്കുക. ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ്, കടമ നിർവഹിച്ചതേയുള്ളൂ. ഉത്തരം ഓപ്ഷൻ ബി യജമാനൻ കൽപ്പിച്ചവയെല്ലാം ചെയ്ത ശേഷം ദാസന്മാർ പറയേണ്ടത്. 3. 10 കുഷ്ഠരോഗികൾ യേശുവിൽ നിന്ന് രോഗവിമുക്തി പ്രാപിച്ചതെപ്പോൾ? ഉത്തരം ഓപ്ഷൻ എ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവാനായി പോകും വഴി സുഖം പ്രാപിച്ചു. 4. യേശു അരുളി ചെയ്ത ന്യായാധിപന്റെയും വിധവയുടെയും ഉപമ വ്യക്തമാക്കുന്ന പ്രമേയം എന്ത്? ഉത്തരം ഓപ്ഷൻ സി ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. 5. യേശു തന്റെ 3-ാം പീഡാനുഭവ പ്രവചനം ആരോടാണ് അരുളി ചെയ്തത്? ഉത്തരം ഓപ്ഷൻ ബി 12 അപ്പസ്തോലന്മാരോട്. 6. ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ. ഈശോ ഏത് പാപിയുടെ വീട്ടിലാണ് ആതിഥ്യം സ്വീകരിച്ചത്? ഉത്തരം ഓപ്ഷൻ എ സക്കേവൂസ്. 7. പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും യേശുവിനെ നശിപ്പിക്കാൻ മാർഗം അന്വേഷിച്ചെങ്കിലും അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയാതിരുന്നതിന്റെ കാരണമെന്ത്? ഉത്തരം ഓപ്ഷൻ ബി ജനങ്ങൾ അവന്റെ വാക്കുകളിൽ മുഴുകി അവനെ വിട്ടുപോകാതെ നിന്നതുകൊണ്ട്. 8. എന്നാൽ അവ ഇപ്പോൾ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുന്നു, ഏവയെന്ന് കണ്ടുപിടിക്കുക. ഉത്തരം ഓപ്ഷൻ സി സമാധാനത്തിനുള്ള മാർഗങ്ങൾ. 9. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതുപമയാണ് യേശു നിയമജ്ഞർക്കും പ്രധാന പുരോഹിതന്മാർക്കും എതിരായി അരുളി ചെയ്തത്? ഉത്തരം ഓപ്ഷൻ ഡി മുന്തിരിത്തോട്ടത്തിന്റെയും കൃഷിക്കാരുടെയും ഉപമ. 10. പൂരിപ്പിക്കുക. അവിടത്തേക്ക് എല്ലാവരും നല്ലവർ തന്നെ പൂരിപ്പിക്കുക. അവിടത്തേക്ക് എല്ലാവരും ഡാഷ്. ഉത്തരം ദൈവത്തിന്റെ മക്കളാണ്. 11. യേശുവിന്റെ നാമത്തെ പ്രതി രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുമ്പിൽ നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ആ അവസരത്തെ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തേണ്ടത്? ഉത്തരം ഓപ്ഷൻ എ സാക്ഷ്യം നൽകി. 12. അത്തിമരം തളിർക്കുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നു. ഈ വചനത്തിലൂടെ യേശു പഠിപ്പിച്ച സന്ദേശം എന്ത്? ഉത്തരം ഓപ്ഷൻ സി യുഗാന്ത്യ സംഭവങ്ങൾ കാണുമ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. 13. യുഗാന്ത്യത്തിൽ മനുഷ്യ മനസ്സിനെ ദുർബലമാക്കുന്ന 3 തിന്മകളേത്? ഉത്തരങ്ങൾ സി സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത. ഈ ചോദ്യം മുമ്പ് ആവർത്തിച്ചതാണ്, അപ്പൊ ചോദ്യം ശ്രദ്ധിക്കുക എല്ലാവരും. 14. ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എന്റെ വലത് ഭാഗത്ത് ഇരിക്കുക. ഈ വചനം പഴയ നിയമത്തിലെ ഏത് പുസ്തകത്തിൽ? ഉത്തരം സങ്കീർത്തനങ്ങൾ. 15. നിന്റെ കൂടെ കാരാഗൃഹത്തിലേക്ക് പോകുവാനും മരിക്കാൻ തന്നെയും ഞാൻ തയ്യാറാണ്. ആര് ആരോട് പറഞ്ഞു? ഉത്തരം ഓപ്ഷൻ ബി ശിമയോൻ യേശുവിനോട്. 17. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ദിനത്തിൽ യഹൂദർ എന്തിനെയാണ് ബലിയർപ്പിച്ചിരുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി പെസഹ കുഞ്ഞാട്. 17. അത്താഴത്തിന് ശേഷം പാനപാത്രം എടുത്ത് യേശു അരുളി ചെയ്ത വചനമേത്? ഉത്തരം ഓപ്ഷൻ സി ഈ പാനപാത്രം നിങ്ങൾക്കു വേണ്ടി ചിന്തപ്പെടുന്ന എന്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. 18. അവൻ നിയമലംഘകരോട് കൂടെ എണ്ണപ്പെട്ടു. ഈ പ്രവചനം പഴയ നിയമത്തിലെ ഏത് പുസ്തകത്തിൽ നിന്ന്? ഉത്തരം ഓപ്ഷൻ എ ഏശയ്യ. 19. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരനെ ശക്തിപ്പെടുത്തണം. ആര് ആരോട് പറഞ്ഞു? ഉത്തരം ഓപ്ഷൻ ഡി യേശു ശിമയോനോട്. 20. അവന്റെ നാവിൽ നിന്ന് തന്നെ നാം കേട്ടു കഴിഞ്ഞു. ന്യായാധിപ സംഘം ഇപ്രകാരം പ്രസ്താവിച്ചത് യേശു എന്ത് വെളിപ്പെടുത്തിയപ്പോഴാണ്? ഉത്തരം താൻ ദൈവപുത്രനാണെന്ന്. 21. ലൂക്ക 21:14-15
സമാനമായ വചനഭാഗം? ഉത്തരം ഓപ്ഷൻ ഡി, ലൂക്ക 12 അധ്യായം 11, 12 വാക്യങ്ങൾ. 22. ആ ദിവസങ്ങളിൽ ജെറുസലേമിൽ വന്ന ഹെറോദോസിന്റെ അടുക്കലേക്കു പീലാത്തോസ് യേശുവിനെ അയക്കാൻ കാരണമെന്ത്? ഉത്തരം ഓപ്ഷൻ സി, യേശു ഗലീലിയക്കാരനായതിനാൽ. 23. 3 പ്രാവശ്യം നടന്നതായി ലൂക്കാ സുവിശേഷകൻ വിവരിക്കുന്നത് എന്ത്? ഉത്തരം അവൻ എന്ത് തിന്മ പ്രവർത്തിച്ചു എന്ന് പീലാത്തോസ് 3 പ്രാവശ്യം ചോദിച്ചു. 24. യേശുവിന്റെ കല്ലറയിങ്കലെ തിളങ്ങുന്ന വസ്ത്രധാരിയായ 2 പേർ യേശു ഗലീലയിലായിരുന്നപ്പോൾ പറഞ്ഞതായി അറിയിച്ചതെന്ത്? ഉത്തരം ഓപ്ഷൻ എ, മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. 25. ഇതൊക്കെ സംഭവിച്ചിട്ട് ഇത് 3-ാം ദിവസമാണ്. ഇത് പറഞ്ഞതാര്? 3-ാം ദിവസം ഏത് ദിവസമാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ക്ലയോപാസ് ആഴ്ചയുടെ ആദ്യ ദിവസം. 26. ഉദ്ധിതനായ യേശു തന്നെക്കുറിച്ച് എവിടെയെല്ലാം എഴുതപ്പെട്ടത് പൂർത്തിയാകേണ്ടിയിരിക്കുന്നു എന്നാണ് പഠിപ്പിച്ചത്? ഉത്തരം ഓപ്ഷൻ ഡി, പ്രമാണങ്ങളിൽ. 27. സുവിശേഷ രചനയുടെ ഉദ്ദേശം? ഉത്തരം ഓപ്ഷൻ ബി, ക്രിസ്തീയ വിശ്വാസ കാര്യങ്ങളിൽ പ്രബോധനം ലഭിച്ച യഹൂദേതര ക്രിസ്ത്യാനികളെ വിശ്വാസത്തിൽ സ്ഥിരീകരിക്കുക. വരെ തുടർന്ന് നമ്മൾ നോക്കാൻ പോകുക 2008 ലോഗോസ് പരീക്ഷയിൽ ചോദിച്ച ചോദ്യങ്ങളാണ്. 1. വിശുദ്ധ പൗലോസ് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിന്റെ സ്വീകർത്താക്കൾ വിജാതീയരാണെന്ന് സൂചിപ്പിക്കുന്ന ഭാഗമേത്? ഉത്തരം ഓപ്ഷൻ എ, അധ്യായം 3 വാക്യം 1. 2. എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 5:31 ഉൽപ്പത്തി 2:24 ഉദ്ധരിക്കുന്നുണ്ട്. ആ വിശുദ്ധ ഗ്രന്ഥ വചനമേത്? ഉത്തരം ഓപ്ഷൻ എ, പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ 2 പേരും ഒന്നാവുകയും ചെയ്യും. 3. പിതാവായ ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പ് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തത് എന്തിന്? ഉത്തരം ഓപ്ഷൻ ബി, അവിടുത്തെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ. 4. എഫേസോസുകാരുടെ യേശുവിലുള്ള വിശ്വാസത്തെയും എല്ലാ വിശുദ്ധരോടും അവർ പ്രകടിപ്പിക്കുന്ന സ്നേഹത്തെയും കുറിച്ച് കേട്ട നാൾ മുതൽ പൗലോസ് താൻ എന്തിൽ നിന്ന് വിരമിച്ചിട്ടില്ല എന്നാണ് അവകാശപ്പെടുന്നത്? ഉത്തരം പ്രാർത്ഥനകളിൽ അവരെ അനുസ്മരിക്കുകയും ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നതിൽ നിന്ന്. 5 പൂരിപ്പിക്കുക. അവിടുന്ന് ഡാഷ് അവന്റെ പാദങ്ങൾക്ക് കീഴിലാക്കുകയും എല്ലാറ്റിനും മുകളിൽ അവനെ ഡാഷ് തലവനായി നിയമിക്കുകയും ചെയ്തു. ഉത്തരം ഓപ്ഷൻ എ, എല്ലാ വസ്തുക്കളെയും സഭയ്ക്ക്. 6. ഒരിക്കൽ വിദൂരത്തായിരുന്ന എഫേസോസുകാർ ഇപ്പോൾ എങ്ങനെയാണ് സമീപസ്ഥരായിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി, യേശുക്രിസ്തുവിൽ അവന്റെ രക്തം വഴി. 7. മറ്റു തലമുറകളിലെ മനുഷ്യർക്കു മനസ്സിലാകാതിരിക്കുന്നതും തന്നെ സുവിശേഷത്തിന്റെ ശുശ്രൂഷകനുമാക്കിയ ക്രിസ്തു രഹസ്യത്തെ കുറിച്ചുള്ള ഉൾക്കാഴ്ച തനിക്ക് എപ്രകാരം ലഭിച്ചുവെന്നാണ് എഫേസോസുകാർക്കുള്ള ലേഖനം 3-ാം അധ്യായത്തിൽ പൗലോസ് എഴുതുന്നത്? ഉത്തരം ഓപ്ഷൻ എ, വെളിപാട് വഴി. 8. അറിവിനെ അതിശയിക്കുന്ന ഈ നന്മ നമ്മൾ ഗ്രഹിക്കണമെന്നും അതുവഴി ദൈവത്തിന്റെ സമ്പൂർണതയാൽ നമ്മൾ പൂരിതരാകണമെന്നും പൗലോസ് ആഗ്രഹിക്കുന്നു. ഈ നന്മ ഏത്? ഉത്തരം ഓപ്ഷൻ ബി, ക്രിസ്തുവിന്റെ സ്നേഹം. 9. വിശുദ്ധരിൽ ഏറ്റവും നിസ്സാരനായി തനിക്ക് നൽകപ്പെട്ട വരമെന്ത് എന്നാണ് പൗലോസ് എഴുതുന്നത്? ഉത്തരം ഓപ്ഷൻ എ, ക്രിസ്തുവിന്റെ ദാനത്തിനനുസൃതമായ കൃപ. 10. അതിനെ പ്രതി എഫേസോസുകാർ ഹൃദയവ്യഥ അനുഭവിക്കരുതെന്നും അതാണ് അവരുടെ മഹത്വമെന്നും പൗലോസ് എഴുതുന്നത് എന്തിനെ കുറിച്ചാണ്? ഉത്തരം
ഓപ്ഷൻ ബി പൗലോസിന്റെ പീഡകൾ. 11 ഹൃദയ കാഠിന്യ നിമിത്തം അജ്ഞത ബാധിച്ച അവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു. ആരെക്കുറിച്ചാണ് പൗലോസ് ഇപ്രകാരം എഴുതുന്നത്? ഉത്തരം ഓപ്ഷൻ എ വിജാതീയർ. 12 എപ്രകാരമുള്ള ഗുണങ്ങളാൽ നിറഞ്ഞ പുതിയ മനുഷ്യനെ എഫേസോസുകാർ ധരിക്കണമെന്നാണ് പൗലോസ് എഴുതുന്നത്? ഉത്തരം യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിന്റെ സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടു. 13 നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല, പിന്നെ ആരാണ് എന്നാണ് പൗലോസ് എഫേസോസുകാർക്ക് എഴുതുന്നത്? ഉത്തരം വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളും. 14 മോഷ്ടാക്കൾക്ക് പൗലോസ് ലീഹ നൽകുന്ന ഉപദേശമെന്ത്? ഉത്തരം ഓപ്ഷൻ ഡി ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കാൻ എന്തെങ്കിലും സമ്പാദിക്കുന്നതിനു വേണ്ടി സ്വന്തം കൈകൾ കൊണ്ട് മാന്യമായ ജോലി ചെയ്യുവിൻ. 15 ദൈവത്തിന്റെയും ക്രിസ്തുവിന്റെയും രാജ്യത്തിൽ അവകാശമില്ലാത്തവർ ആരെല്ലാം? ഉത്തരം ഓപ്ഷൻ എ വ്യഭിചാരിക്കും അശുദ്ധനും അത്യാഗ്രഹിക്കും വിഗ്രഹാരാധകനും. 16 വിശ്വാസികളുടെ വിശ്വാസ സ്ഥിരതയ്ക്കും പരസ്പരമുള്ള ബന്ധത്തിനും പൗലോസ് ലീഹ കൃതജ്ഞത വിശ്വാസികൾക്കല്ല നൽകുന്നത്, ദൈവത്തിനാണ്. കാരണം? ഉത്തരം എല്ലാ ആത്മീയ വരങ്ങളാൽ നമ്മെ അനുഗ്രഹിച്ചത് ദൈവമാണ്. 17 സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തി പൗലോസ് ലീഹ പ്രസ്താവിക്കുന്ന വലിയ രഹസ്യം? ഉത്തരം ഓപ്ഷൻ സി ഭാര്യ ഭർത്ത ബന്ധം. 18 ക്രിസ്തു സഭയെ വെണ്മയുള്ളതാക്കിയത് എങ്ങനെ? ഉത്തരം ഓപ്ഷൻ ബി വചനത്താൽ. 19 മൂന്ന് കാര്യങ്ങൾ നമുക്ക് യോജിച്ചതല്ല എന്ന് പറയുന്ന പൗലോസ് പകരം എന്താണ് നമുക്ക് ഉചിതമെന്ന് പഠിപ്പിക്കുന്നത്? ഉത്തരം കൃതജ്ഞതാ സ്തോത്രം. ഓപ്ഷൻ എ ആണ് ഉത്തരം. 20 എഫേസുസുകാർ എന്തു ചെയ്യണമെന്ന് ഉപദേശിച്ചുകൊണ്ടാണ് പൗലോസ് ലേഖനം അവസാനിപ്പിക്കുന്നത്? ഉത്തരം എല്ലാ സമയവും പ്രാർത്ഥന നിരതമായിരിക്കണം. ഉള്ളവരെ തുടർന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2014 ലോഗോസ് ക്വിസിന് ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. 1 എമാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ യേശുവിനെ വിശേഷിപ്പിച്ചത് എങ്ങനെ? ഉത്തരം ഓപ്ഷൻ ഡി പ്രവാചകൻ. 2 നിങ്ങൾക്കൊരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ വൃക്ഷത്തോട് ചുവടോടെ ഇളകി കടലിൽ ചെന്ന് വേരുറക്കുകയോ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ അനുസരിക്കും. ഉത്തരം ഓപ്ഷൻ സി സിക്കമേ. 3 എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, ആര് ആരോട് പറഞ്ഞു? ഉത്തരം ഓപ്ഷൻ എ യേശു സുഖം പ്രാപിച്ച കുഷ്ഠരോഗിയോട്. 4 ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ, ആർക്ക്? ഉത്തരം രാവും പകലും തന്നെ വിളിച്ച് കരയുന്ന തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക്. 5 ദൈവമേ പാപിയായി എന്നിൽ കനിയണമേ, ആരുടെ വാക്കുകൾ? ഉത്തരം ഓപ്ഷൻ ഡി ചുങ്കക്കാരന്റെ. 6 അങ്ങനെയെങ്കിൽ രക്ഷ പ്രാപിക്കാൻ ആർക്ക് കഴിയും? ഇങ്ങനെ ചോദിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ഡി യേശുവിന്റെ വാക്കുകൾ കേട്ടവർ. 7 വീടിനെയോ ഭാര്യയോ സഹോദരന്മാരെയോ മാതാപിതാക്കളെയോ സന്താനങ്ങൾ ഉപേക്ഷിച്ചവർ ആർക്കും ഇക്കാലത്ത് തന്നെ അവ അനേകം മടങ്ങ് ലഭിക്കാതിരിക്കുകയില്ല. ഉത്തരം ദൈവരാജ്യത്തിന് വേണ്ടി. ഓപ്ഷൻ സി. 8 നിയമജ്ഞരിൽ ചിലർ യേശുവിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് അവസാനിപ്പിച്ചത് ഏത് സംഭവത്തിന് ശേഷം? ഉത്തരം ഓപ്ഷൻ സി പുനരുദ്ധാനത്തെക്കുറിച്ചുള്ള വിവാദത്തിന് ശേഷം. 9 നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്, അധ്യായവും വാക്യവും. ഉത്തരം ഓപ്ഷൻ എ 19 അധ്യായം 10 വാക്യം. 10 താഴെ കാണുന്നവയിൽ ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനത്തിൽ ശിഷ്യന്മാർ ആർത്തു വിളിച്ചതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ത്? ഉത്തരം ഓപ്ഷൻ ബി സ്വർഗത്തിൽ സമാധാനം. 11 പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു, ഇത് ഏത് സങ്കീർത്തന ഭാഗമാണ്? ഉത്തരം ഓപ്ഷൻ സി സങ്കീർത്തനം 118:22.
12 ഞങ്ങൾ സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ എന്ന് യേശുവിനോട് ചോദിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ സി നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാർ. 13 നിങ്ങളുടെ എതിരാളികൾ ആർക്കും ചേർത്ത് നിൽക്കാനോ എതിർക്കാനോ കഴിയാത്ത ഡാഷ് നിങ്ങൾക്ക് ഞാൻ നൽകും. ഉത്തരം ഓപ്ഷൻ ബി വാക്ചാതുരിയും ജ്ഞാനവും. 14 പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ ഡാഷ് നിങ്ങൾ നേടും. ഉത്തരം ഓപ്ഷൻ ബി ജീവനെ. 15 ഇവ സംഭവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ശിരസ് ഉയർത്തി നിൽക്കുവിൻ. കാരണമെന്ത്? ഉത്തരം ഓപ്ഷൻ ബി നിങ്ങളുടെ വിമോചനം സമീപിച്ചിരിക്കുന്നു. 16 രാത്രിയിൽ അവൻ പട്ടണത്തെ പുറത്തുപോയി ഡാഷ് വിശ്രമിച്ചു. ഉത്തരം ഓപ്ഷൻ സി ഒലിവുമലയിൽ. 17 സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ എന്തു ചെയ്യണം? ഉത്തരം ഓപ്ഷൻ എ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കണം. 18 ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. ആരോട് പറഞ്ഞു? ഉത്തരം ഓപ്ഷൻ എ യേശു ശിമയോനോട്. 19 ലൂക്ക 22:47 യൂദാസിന് നൽകിയിരിക്കുന്ന വിശേഷണം എന്ത്? ഉത്തരം ഓപ്ഷൻ എ 12 പേരിൽ ഒരുവൻ. 20 ഇപ്പോൾ മുതൽ മനുഷ്യപുത്രൻ ഡാഷ് വലതുവശത്ത് ഇരിക്കും. ഉത്തരം ദൈവശക്തിയുടെ. ഓപ്ഷൻ ബി. 21 നീ ക്രിസ്തുവാണെങ്കിൽ അത് ഞങ്ങളോട് പറയുക. ആരാണിത് പറഞ്ഞത്? ഉത്തരം ഓപ്ഷൻ ബി പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും. 22 ഇവൻ ദൈവത്തിന് ക്രിസ്തുവാണെങ്കിൽ അവിടുത്തെ ഡാഷ് ആണെങ്കിൽ തന്നെ രക്ഷിക്കട്ടെ. ഉത്തരം ഓപ്ഷൻ സി തിരഞ്ഞെടുക്കപ്പെട്ടവൻ. 23 ഇതെല്ലാം കണ്ട് മാറത്തടിച്ചുകൊണ്ട് തിരിച്ചുപോയി. ആര്? ഉത്തരം 23 ഇതെല്ലാം കണ്ട് മാറത്തടിച്ചുകൊണ്ട് തിരിച്ചുപോയി. ആര്? ഉത്തരം ഓപ്ഷൻ ബി ആണ് കാഴ്ച കാണാൻ കൂടിയിരുന്ന ജനക്കൂട്ടം. 24 ഗലീലയിൽ നിന്ന് യേശുവിനോടൊപ്പം വന്നിരുന്ന സ്ത്രീകൾ അവനോടൊപ്പം പോയി കല്ലറ കണ്ടു. ആരോടൊപ്പം? ഉത്തരം ഓപ്ഷൻ സി അരിമത്തിയക്കാരൻ ജോസഫിനോടൊപ്പം. 25 പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ എന്ന് യേശു പറഞ്ഞതിന്റെ പഴയ നിയമ അടിസ്ഥാനം എന്ത്? ഉത്തരം ഓപ്ഷൻ സി ലേവ്യർ 14 അധ്യായം 2 മുതൽ 32 വരെ. 26 ഏതിന്റെ പൊരുളാണ് ശിഷ്യന്മാരിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരുന്നത്? ഉത്തരം ഓപ്ഷൻ സി പീഡാനുഭവത്തിന്റെയും ഉദ്ധാനത്തെയും കുറിച്ചുള്ള 3-ാം പ്രവചനത്തിന്റെ. 27 ജെറിക്കോയിൽ നിന്ന് ജെറുസലേമിലേക്ക് യാത്രയിൽ യേശു പറഞ്ഞ ഉപമ ഏത്? ഉത്തരം 10 നാണയത്തിന്റെ ഉപമ. 28 കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് 2 ശിഷ്യന്മാർ പറഞ്ഞത് ആരോട്? ഉത്തരം ഓപ്ഷൻ ബി ഉടമസ്ഥനോട്. 29 രാഷ്ട്രത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിച്ചുകൊണ്ട് തന്നെ ദൈവത്തിൽ വിശ്വസിക്കാനും അവിടുത്തെ സ്നേഹിക്കാനും കഴിയുമെന്ന് വ്യക്തമാക്കാനാണ് സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ള ദൈവത്തിനും കൊടുക്കുവിൻ എന്ന യേശുവിന്റെ വാക്കുകൾ. അധ്യായം ഏത്? വാക്യം ഏത്? ഉത്തരം ഓപ്ഷൻ സി 20-ാം അധ്യായം 25-ാം വാക്യം. ലൂക്ക 30-ാം ചോദ്യം ലൂക്ക 22, 35, 38 ചേരാത്ത പദമേത്? ഉത്തരം വടി. 31 വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ ജനം യേശുവിന്റെ പക്ഷത്താണ്. ജനക്കൂട്ടമില്ലാത്ത അവസരം പാർത്തുകൊണ്ടിരുന്നത് ആര്? ഉത്തരം എ യൂദാസ്. 32 പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാളിനെ കുറിച്ചുള്ള പഴയ നിയമഭാഗം. ഉത്തരം ഓപ്ഷൻ ഡി പുറപ്പാട് 12, 14, 20. 33 ദൈവം മനുഷ്യമായി ചെയ്ത പുതിയ ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നത് യേശുവിന്റെ രക്തത്തിലാണ്. ഏത് രക്തത്തിലുള്ള പുതിയ ഉടമ്പടി എന്ന പ്രയോഗം എന്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടി എന്ന പ്രയോഗം കാണുന്ന വാക്യം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി 22-ാം അധ്യായം 20-ാം വാക്യം. 34 ലൂക്ക 18-ാം അധ്യായം 31 മുതൽ 34 വരെ ഉദ്ധരിക്കുക. ഉത്തരം അവൻ 12 പേരെയും അടുത്ത് വിളിച്ചു പറഞ്ഞു, ഇതാ നമ്മൾ ജെറുസലേമിലേക്ക് പോകുന്നു. മനുഷ്യപുത്രനെ പറ്റി പ്രവാചകന്മാർ വഴി എഴുതപ്പെട്ടതെല്ലാം പൂർത്തിയാകും. അവൻ വിജാതിയർക്ക് ഏൽപ്പിക്കപ്പെടുകയും അവർ അവനെ പരിഹസിക്കുകയും പ്രഹരിക്കുകയും വധിക്കുകയും ചെയ്യും. എന്നാൽ 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കും.
ഇക്കാര്യങ്ങളൊന്നും അവർ ഗ്രഹിച്ചില്ല. ഈ പറഞ്ഞതിന്റെ പൊരുൾ അവരിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരുന്നു. അവൻ സംസാരിച്ചവ അവർ മനസ്സിലാക്കിയതുമില്ല.